സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. എൻ്റെ അടിമ എന്നിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് അടുത്തുകൊണ്ടേയിരിക്കും, ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. സുന്നത്തായ അമലുകൾ ചെയ്യും, ഫർദായ അമലുകൾക്ക് കഴിഞ്ഞിട്ട് സുന്നത്തായ അമലുകൾ ചെയ്യും, ധാരാളം നിസ്കരിക്കും, ധാരാളം നോമ്പെടുക്കും. വൈദിശയൊക്കെ നോമ്പെടുത്തതിന് കയ്യും കണക്കുമുണ്ടോ? മഹാനവറുകൾ നിസ്കരിച്ചതിന് കണക്കുണ്ടോ? ഇല്ലല്ലോ. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ അള്ളാഹുവിനെ ഇബാദത്തെടുത്തതിന് കയ്യും കണക്കുമില്ലല്ലോ. അങ്ങനെ ഫർദായ അമലൊക്കെ അനുഷ്ഠിച്ച് സുന്നത്തായ അമലുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കും. അങ്ങനെ കരസ്ഥമാക്കി കഴിഞ്ഞാൽ അവൻ്റെ കയ്യും കണ്ണും കാലുമെല്ലാം ഞാനാകുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആ അടിമയുടെ കയ്യും കണ്ണും ചെവിയും ഒക്കെ ആരാവും? അള്ളാഹു ആകും. അള്ളാഹു ആകുമെന്ന് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ആ പരിധികളൊക്കെ അങ്ങ് മാറ്റിക്കളയും. മഹാന്മാരൊക്കെ ഇതിന് വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, കയ്യും കാലും ഒക്കെ അള്ളാഹുവാകും, ചെവി അള്ളാഹുവാകും, കണ്ണ് അള്ളാഹുവാകുമെന്നെല്ലാം പറഞ്ഞാൽ യസ്മഉൽ ഖരീബ വൽ ബഈദ്, ദൂരപരിധികളില്ലാതെ കാണാനും കേൾക്കാനും ഇടപാട് നടത്താനും എത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും നിസ്സാരമായി നടത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്, ആ പ്രവാചകന്, ആ വലിയന് കഴിവ് കൊടുക്കുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇപ്പോൾ മുസ്ലിയാർ പറയുന്നത് ഇതേ കാര്യം CN സ്മരണിക എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താണ് അതിൽ പറയുന്നത്? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകും എന്ന് പറഞ്ഞതിനെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ച് പറഞ്ഞത് എന്താണ്? അള്ളാഹു കാണുന്നത് പോലെ കാണാനും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും, അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും, അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും, അള്ളാഹു സഹായിക്കുന്ന പോലെ സഹായിക്കുവാനൊക്കെ കഴിയുമെന്നാണ്. ഇനി സഹോദരങ്ങളെ, നമുക്ക് UK മജീദ് മുസ്ലിയാർ ഇതേ രീതിയിൽ തന്നെ വാദിക്കുന്നത്, അതായത് ദിക്റിലും ഫിക്റിലുമായി ലയിച്ചു കഴിഞ്ഞാൽ അത് നേടിയെടുക്കാൻ വേണ്ടി കഴിയും. എങ്ങനെ? എവിടെ നിന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, എന്തിനു വിളിച്ചാലും കേൾക്കാനും ഉത്തരം ചെയ്യാനും. അതായത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാനാം നിങ്ങളെ കൽബകം എന്നവർ, വല്ലേനിലെത്തുന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതെ ഉത്തരം ചെയ്യും ഞാൻ എന്നവർ എന്ന് പറയുന്ന ഈ വാദം അതങ്ങനെ നേടിയെടുക്കാൻ വേണ്ടി കഴിയും. നേടിയെടുത്തിട്ടുണ്ട്. ആര്? ചിത്തടിമീതൽ അബൂബക്കർ മുസ്ലിയാരൊക്കെ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് പുരോഹിതന്മാർ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. UK മജീദ് മുസ്ലിയാരുടെ സംസാരം. സഹോദരന്മാരെ, ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ, ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്, വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർപ്പ് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ ഔസുല്ലാഹ് തങ്ങൾക്ക്, അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ശൈഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്, ഖാജാ തങ്ങൾക്ക് കഴിയുകയാണ്, മഹാന്മാർക്ക് കഴിയുകയാണ്. ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവറുകൾ നേടി. അൽഹംദുലില്ലാഹ്. കേട്ടില്ലേ സഹോദരങ്ങളെ, UK മജീദ് മുസ്ലിയാർ പറഞ്ഞത്? ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെ ഈ രീതിയിലുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ടോ? ഖുർആനിൽ ഏത് ആയത്തിലാണ് അങ്ങനെയുള്ളത്? ഏത് ഹദീസിലാണ് അങ്ങനെയുള്ളത്? ദിക്റിലും ഫിക്റിലും ഒക്കെ ആയി ലയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു പവർ നേടിയെടുക്കാൻ വേണ്ടി കഴിയും. എവിടെ നിന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, എന്തിനു വിളിച്ചാലും കേൾക്കാനും ഉത്തരം ചെയ്യുവാനുള്ള കഴിവ്. അതേപോലെ തന്നെ വല്ലേ നിലത്തുനിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാതെ ഉത്തരം ചെയ്യും ഞാൻ എന്നവർ, കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാനാം നിങ്ങളുടെ കൽബകം എന്നവർ. ഈ രീതിയിലുള്ള കഴിവ്, എല്ലാം അറിയാനും ഇടപെടാനും, അതും ഏതുപോലെ അള്ളാഹു കാണുന്ന പോലെ കാണാനും, അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കാനുമുള്ള ഒരു കഴിവ്, സഹായിക്കുന്ന പോലെ സഹായിക്കാനുള്ള കഴിവ്, ഇങ്ങനെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഇല്ലെങ്കിൽ അള്ളാഹു അങ്ങനെ കഴിവ് കൊടുക്കും എന്ന് ഏത് ആയത്തിലാണുള്ളത്? ഏത് ഹദീസിലാണുള്ളത്? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞതാണ്. എന്താണ്? വത്തഖുല്ലാഹ ഇബ്രാഹിം ഖലീല. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ എല്ലാം കേൾക്കുകയും കാണുകയും അറിയുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുമെന്ന് മഹാനായ നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അങ്ങനെ വിളിച്ചോ എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പറ്റിക്കുകയാണ് എന്നതിന് ഇതിനപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്?